സ്പെയിനും ഫ്രാൻസും ഇംഗ്ലണ്ടും പോർച്ചുഗലും നെതർലൻഡ്സും ഒന്നുമില്ലാത്ത ലോകകപ്പ് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ ഒരുപക്ഷെ അതിനുള്ള സാധ്യതകളൊക്കെ നടക്കുന്നുണ്ട്. ജിയാനി ഇൻഫാന്റിനോയുടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്കെതിരെ ഫിഫയെ ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് യൂറോപ്യൻ ഫുട്ബോൾ സംഘടനയായ യുവേഫ. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയിലേക്ക് സ്വകാര്യ നിക്ഷേപകരെ കൊണ്ടുവരാനുള്ള പ്രസിഡന്റ് ഇൻഫാന്റിനോയുടെ നീക്കമാണ് വ്യാപക പ്രതിഷേധത്തിന് കാരണമായത്. ഭാവിയിൽ ഫിഫയുടെ ഒരു ടൂർണമെന്റിലും പങ്കെടുക്കില്ലെന്നാണ് യുവേഫയുടെ നിലപാട്. ലോകകപ്പ് ചാമ്പ്യന്മാരായ സ്പെയിൻ ഉൾപ്പെടെ യുവേഫയിലെ 55 അംഗങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്ന് യുവേഫ പറയുന്നു. ലോകകപ്പ് ഒരിക്കലും ലാഭത്തിനുള്ളതല്ല, അത് കായിക ലോകത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനുള്ള വേദിയാണ്. അത് വിൽക്കാനുള്ള നീക്കം ചെറുക്കുമെന്നും യുവേഫ പറയുന്നുണ്ട്. തീരുമാനത്തിൽ ഇൻഫാന്റിനോയും ഫിഫ കൗൺസിലും ഉറച്ചു നിന്നാൽ ഒന്നുകിൽ ഇനി മുതൽ ലോകകപ്പ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ 2 ലോകകപ്പ് നടക്കും. ഒന്ന് ഫിഫയുടെയും മറ്റൊന്ന് യുവേഫയുടെയും. കടുത്ത നിലപാടിലേക്ക് കടന്നില്ലെങ്കിലും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനായ AFCയും വടക്കേ അമേരിക്കൻ മേഖലാ സംഘടനയായ കോൺകാക്കാഫും ഫിഫയെ പ്രതിഷേധമറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇക്കഴിഞ്ഞ ലോകകപ്പ് സമയത്ത് തന്നെ അന്നാട്ടിലെ ഉയർന്ന ടിക്കറ്റ് റേറ്റും പരസ്യം കുത്തിക്കയറ്റാനായി 2 ഹൈഡ്രേഷൻ ബ്രേക്ക് ഉൾപ്പെടുത്തിയതുമടക്കം ലോകത്തെ പല ടീമുകളും അസോസിയേഷനുകളും പരാതിയുമായി എത്തിയിരുന്നു. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് നോക്കാം. ആദ്യം, ലോകകപ്പ് ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുന്നതിന് സ്വകാര്യ പങ്കാളിത്തത്തോടെ ഉപകമ്പനി ആരംഭിക്കാനാണ് ഫിഫ പ്രസിഡന്റിൻ്റെ നീക്കം. $2,000 കോടി അഥവാ 1.68 ലക്ഷം കോടി രൂപ മൂല്യമുള്ള ഉപകമ്പനി രൂപീകരിക്കാനാണ് പദ്ധതി. ഇതിൻ്റെ 20% ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കും. പുതിയ കമ്പനിയായിരിക്കും ടൂർണമെൻറ്റുകളുടെ വാണിജ്യ സാങ്കേതിക നടത്തിപ്പുകൾ ഏകോപിപ്പിക്കുക. മത്സര നടത്തിപ്പിൽ കമ്പനിക്ക് അവകാശം വരുമ്പോൾ സ്വാഭാവികമായും ടീമുകൾ ആശങ്കകളുമായി എത്തുമെന്നുറപ്പാണ്. കഴിഞ്ഞ 2 ലോകകപ്പിലായി ഫേവറിറ്റ് ടെസ്റ്റിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഫിഫ തങ്ങളെ അടിക്കാൻ വടി കൊടുത്ത പോലെയായി ഈ തീരുമാനം. ഏറെ ശ്രദ്ധേയമായ കാര്യം, ഫിഫ കൗൺസിലിലെ അംഗങ്ങളെപ്പോലും അറിയിക്കാതെ രഹസ്യമായാണ് ഇൻഫാന്റിനോ ഇക്കാര്യങ്ങൾ തീരുമാനിച്ചതെന്നാണ്. കാലാവധി കഴിഞ്ഞ് ഫിഫ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോയാലും പുതിയ കമ്പനിയുടെ CEO ആയി ഫുട്ബോൾ സംഘടനയിൽ തന്നെ ശക്തമായി ഇടപെടുമെന്നാണ് ഇൻഫാന്റിനോയുടെ കണക്കുകൂട്ടൽ. ഫിഫയിലെ 211 അംഗങ്ങൾക്കും 37 അംഗ ഫിഫ കൗൺസിലിന് മുന്നിൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനൊരുങ്ങുകയാണ് ഇൻഫാന്റിനോ. അന്തിമ തീരുമാനം ഫിഫ കൗൺസിലിൻ്റേതാണ്. എതിർപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അംഗരാജ്യങ്ങൾക്ക് ധനസഹായം ഓഫർ ചെയ്ത് ഒപ്പം കൂട്ടാനുള്ള പരിപാടിയും ഇൻഫാന്റിനോ തുടങ്ങിക്കഴിഞ്ഞു. പദ്ധതി അംഗീകരിക്കുന്ന ഓരോ രാജ്യത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പരിശീലനത്തിനും യൂത്ത് വിമൻ ഫുട്ബോൾ വികസനത്തിനും മത്സര നടത്തിപ്പുകൾക്കുമായി സഹായം നൽകും. $2 കോടി അതായത് ഏകദേശം 168 കോടി രൂപയാണ് സഹായമായി നൽകുക. 2027-2030 കാലയളവിലേക്കാണ് ഈ തുക. 2035 ആകുമ്പോഴേക്ക് അത് 230 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കും. യുവേഫ രാജ്യങ്ങൾക്ക് ഇത് വലിയ ഓഫർ അല്ലെങ്കിലും വലിയ വരുമാനമില്ലാത്ത ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് ഈ തുക വലിയ ഗുണമാകും. ഓഫർ സ്വീകരിക്കാൻ സെപ്റ്റംബർ 19 വരെയാണ് ഫിഫ സമയം അനുവദിച്ചിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അംഗരാജ്യങ്ങൾക്ക് ഫിഫ ഇമെയിൽ സന്ദേശവും അയച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ കൗതുകം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ജാരദ് കുഷ്നറുടെ സഹോദരൻ ജോഷുവ കുഷ്നറുടെ ത്രൈവ് ക്യാപിറ്റൽ എന്ന കമ്പനി വഴിയാണ് ഈ സഹായധനം നൽകുന്നത് എന്നാണ്. ഡൊണാൾഡ് ട്രംപിന് അറിയാമല്ലോ അല്ലേ, നൊബേൽ ലഭിക്കുമെന്ന് കരുതി പിന്നാലെ നടന്ന് ഒടുക്കം ആ പുരസ്കാരത്തെ തള്ളിപ്പറഞ്ഞ് ഒടുക്കം ഇൻഫാന്റിനോയുടെ തോളിൽ കൈയിട്ട് പ്രഥമ ഫിഫ പീസ് പ്രൈസ് അടിച്ചെടുത്ത കക്ഷിയാണ്. ഇക്കഴിഞ്ഞ അമേരിക്കൻ ലോകകപ്പിനിടെ സ്വന്തം താരമായ ഫ്ലോറിൻ ബലോഗിന് ലഭിച്ച ചുവപ്പ് കാർഡ് സസ്പെൻഷൻ മാറ്റി നിർണായക മത്സരത്തിൽ കളിക്കിറക്കിയിട്ടുമുണ്ട് ട്രംപ്. അന്ന് എതിരാളികൾ യൂറോപ്യൻ ടീമായ ബെൽജിയമായിരുന്നു. ഇക്കാര്യത്തിലൊക്കെ യുവേഫയ്ക്ക് കടുത്ത അതൃപ്തിയുമുണ്ട്. അന്നത് ഫേവറിറ്റിസം മാത്രമായിരുന്നെങ്കിൽ ട്രംപിനു കൂടി ബന്ധമുള്ള സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ച് ഇതിപ്പോൾ രാഷ്ട്രീയമാനം കൂടി നൽകുകയാണ് ഇൻഫാന്റിനോ. 2016 ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് സൽമാൻ അൽ ഖലീഫയെ 88-നെതിരെ 115 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഇൻഫാന്റിനോ ഫിഫ പ്രസിഡന്റ് ആകുന്നത്. അടുത്ത മാർച്ചിൽ 4ാം തവണയും മത്സരിക്കാനൊരുങ്ങുകയാണ് 56-കാരനായ ഇൻഫാന്റിനോ. പരാജയപ്പെടുകയാണെങ്കിൽ വാണിജ്യ കമ്പനിയുടെ CEO ആയിട്ടാണെങ്കിലും ഫിഫയിൽ തൻ്റെ കരുത്ത് നിലനിർത്താൻ ഇൻഫാന്റിനോയ്ക്കാകും. ഇനി ഇൻഫാന്റിനോയും ട്രംപും കൂടെ ഫുട്ബോൾ കുട്ടിച്ചോറാക്കാതിരുന്നാൽ മതി.